ഇത് വെറുതെ മെമ്മറി നഷ്ടപ്പെടുന്ന വിഷയം മാത്രമല്ല, അയാൾക്കിപ്പോൾ അയാൾ ഉണർന്നെഴുന്നേറ്റു, അയാൾക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അയാൾ കാണുന്ന അയാളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ അയാൾ മറന്നു പോവാണ്. അപ്പോൾ ഇതാണ് അതിലത്തെ പവർഫുൾ കോൺസെപ്റ്റ്. ഒരു മനുഷ്യന് ഓർമ്മകളില്ലാതാവുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ആ മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളോട് കാണിക്കുമ്പോൾ പ്രേക്ഷകനിൽ അതൊരു പുതുമയുണ്ടാക്കും. അവൻ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു സിനിമകളിലും കണ്ടിട്ടില്ല. ശക്തമായ ഒരു ഇമോഷണൽ ഡെലിവറൻസാണ് നോളൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഗജിനി, അതായത് മൊമെൻ്റോ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, അയാൾക്ക് അയാളുടെ മരിച്ചുപോയ കാമുകിയോടുള്ള അഗാധമായിട്ടുള്ള പ്രണയം, ആ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ പോലും അയാളുടെ മനസ്സിൽ ആ പ്രണയത്തിന് കാര്യമായ മങ്ങല് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രണയം അയാളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. പിന്നെ അയാളുടെ ആ സാഹചര്യത്തിലെ ഒരു നിസ്സഹായ അവസ്ഥ, ഇതൊക്കെ പ്രേക്ഷകനിൽ ആ ക്യാരക്ടറിനോട് എമ്പതി സൃഷ്ടിക്കും. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് പ്രേക്ഷകൻ ഈ കഥാനായകനായിട്ട് സ്ഥാപിക്കുകയാണ്. ഇതാണ് നോളൻ സിനിമകളുടെ ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ഒരു പവർ. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഈ ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനൊരു എമ്പതി ഹീറോയിനോട് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിലൂടെ പ്രേക്ഷകനായിട്ട് ഒരു ഇൻ്റലക്ച്വൽ ബോണ്ടിങ് മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് സൃഷ്ടിച്ചെടുക്കാനും നോളൻ സിനിമകൾക്ക് സാധിക്കുന്നു. റിയലിസം ആൻഡ് പ്രാക്ടിക്കൽ എഫക്റ്റ്, അതാണ് നോളൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത. നോളൻ സിനിമകളിലൊക്കെ നോളൻ പരമാവധി ഗ്രാഫിക്സിൻ്റെ എലമെൻറ്റ് കുറയ്ക്കാനായിട്ട് നോളൻ ശ്രദ്ധിക്കും. ഒക്കെ റിയലിസ്റ്റിക് സെറ്റുകളാണ്. റിയലിസ്റ്റിക് സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാനൊരിക്കലും അത് മാത്രം സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ചിലവ് കുറയ്ക്കാൻ CG പരിപാടികളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ റിയലിസ്റ്റിക് സെറ്റുകൾ നൽകുന്ന ഒറിജിനാലിറ്റി ഒരിക്കലും CGക്ക് ഒരു പക്ഷേ നൽകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റണ്ട് രംഗങ്ങൾ, അങ്ങനെ പരമാവധി റിയൽ ആയിട്ടാണ് നോളൻ സിനിമകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം മൂവി സൂപ്പർ റിയലിസ്റ്റിക് ആയിട്ടും നമ്മൾ ആ വേൾഡിൽ അങ്ങോട്ട് ഇമ്മേഴ്സായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീല് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.